നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. സർക്കാർ സ്വാധീനം തന്നെയാണ് ഈ കേസിൽ നിർണായകമായത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇയാൾ തന്നെ പ്രതിയായ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഇപ്പോൾ 1 മാസത്തെ പരോള് സുനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഈ 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ബി.ജെ.പിയുടെ ആക്ഷേപം. 2010-ൽ 2 ബി.ജെ.പി പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസാണ് ന്യൂമാഹി ഇരട്ടക്കൊലക്കേസ്. കൊടിസുനി 2ാം പ്രതിയായ ഈ കേസിൽ ഈ മാസം 22-നാണ് തലശ്ശേരി കോടതിയിൽ വിചാരണ തുടങ്ങുന്നത്. ഇതിനിടെയാണ് അമ്മയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ജയിൽ വകുപ്പ് അനുവദിച്ച പരോളിൽ കൊടിസുനി കഴിഞ്ഞ ദിവസം തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ടി.പി കേസിൽ ശിക്ഷിച്ച ശേഷവും നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു കൊടിസുനി. മകന് പരോൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടിസുനിയുടെ അമ്മ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ആദ്യം അപേക്ഷ നൽകിയത്. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഡി.ജി.പി പരോൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ട് പോലും ജയിൽ ഡി.ജി.പി അനുകൂലമായ നിലപാട് എടുത്തു. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെതിരെ കെ രമ എം.എൽ.എ അടക്കമുള്ളവർ ശക്തമായി തന്നെയാണ് രംഗത്ത് വന്നത്. പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നും കെ രമ എം.എൽ.എ പറഞ്ഞു. നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. പരോളിന് കത്ത് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷന് എന്ത് അവകാശമാണ് ഉള്ളത് എന്നും അവർ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് പരോൾ ലഭ്യമാക്കിയത്. ജയിലിനകത്തും പുറത്തും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രതിക്ക് പരോൾ ലഭ്യമാക്കാൻ ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. പോലീസ് റിപ്പോർട്ടുകളും ജയിൽ പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ടും മറികടന്നുകൊണ്ട് പ്രതിയെ പുറത്തു കൊണ്ടുവരികയാണ് ഉണ്ടായത് എന്നും നിയമ പോരാട്ടം തുടരുമെന്നും എം.എൽ.എ പറഞ്ഞു. അതേസമയം കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് വിവാദമാക്കേണ്ട എന്നാണ് കുടുംബം പറയുന്നത്. സുനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. സുനി പരോളിന് അർഹനാണ് എന്നും സുനിയുടെ അമ്മയും സഹോദരിയും പ്രതികരിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി എന്റെ മകന് പരോൾ ലഭിക്കാത്തത് ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടിയ മറ്റുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് പരോൾ ലഭിക്കുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിലും പ്രതിയായ ഈ കൊടിസുനിക്ക് ഈ വിചാരണ തുടങ്ങാനിരിക്കുന്ന ഇതേ 30 ദിവസ കാലയളവിനുള്ളിൽ തന്നെ പരോൾ ലഭിക്കുമ്പോൾ സംശയമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നാണ് സുനിയുടെ സഹോദരിയോട് ഞങ്ങൾക്ക് തിരികെ പറയാനുള്ളത്. മാത്രമല്ല, അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലും മറ്റും സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി ഏറെക്കാലമായി നിന്നിട്ട് വീട്ടുകാരെ ഒന്ന് കാണാൻ അവധി കൊടുക്കാത്ത അറബിയുടെ കഥയല്ല ഇവിടെ പറയുന്നത്. താങ്കളുടെ സഹോദരൻ അങ്ങ് ജയിലിൽ കിടക്കുന്നത് മനുഷ്യ മാംസത്തിൽ പച്ചയ്ക്ക് കത്തി കുത്തിയിറക്കിയതിനാണ്. ഒട്ടേറെ പേരുടെ താങ്ങും തണലുമായവരുടെ ജീവൻ അപഹരിച്ച് പല കുടുംബങ്ങളെയും അനാഥമാക്കിയതിനാണ് കൊടിസുനി അങ്ങ് ജയിലിൽ കിടക്കുന്നത്. അവിടെ നിന്നും കൊടിസുനിക്ക് പരോൾ ലഭിക്കാത്തതിന് മനുഷ്യാവകാശ കമ്മീഷനെ ഉപയോഗിച്ച് നിങ്ങൾ കളിച്ച ഈ നാടകത്തിന് ഇത്രമാത്രം തിളച്ചു ചാടേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല സഹോദരി. എന്തായാലും ഉപാധികൾ വെച്ചിട്ടാണ് സുനിക്ക് പരോൾ ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്നാണ് പ്രധാന ഉപാധി. അതിനാൽ തന്നെ വയനാട് ജില്ലയിലാണ് നിലവിൽ സുനി ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2018-ലാണ് കൊടിസുനിക്ക് അവസാനമായി പരോൾ ലഭിച്ചത്. മകന് പരോൾ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് പരോൾ ലഭിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് CPM നേതാവ് പി ജയരാജൻ അടക്കം രംഗത്ത് വന്നത്. കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നുവെങ്കിലും 6 വർഷമായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല എന്നാണ് CPMന്റെ വാദം. സുനിയുടെ പേരിൽ ഇടക്കാലത്ത് ചുമത്തിയ കേസുകളായിരുന്നു അതിന് പ്രധാന കാരണം. അത്തരമൊരു തീരുമാനം തികച്ചും ശരിയാണ്. എന്നാൽ സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. അത് പരിഗണിച്ചാണ് ജയിൽ മേധാവി 30 ദിവസത്തെ പരോൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവായത്. കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ല. 6 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണ് ഉള്ളത് എന്നാണ് പി ജയരാജൻ ഫേസ്ബുക്കിലൂടെ ചോദിച്ചത്. 30 ദിവസം പരോൾ ലഭിച്ചതിനെ തുടർന്ന് കൊടിസുനി ശനിയാഴ്ച വൈകിട്ടാണ് തവനൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. പോലീസ് റിപ്പോർട്ട് എതിരായതിനാൽ 6 വർഷക്കാലമായി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരുന്നില്ല. തടവ് ശിക്ഷ അനുഭവിക്കെ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചു, ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു തുടങ്ങിയ കേസുകളിൽ പ്രതിയായതിനെ തുടർന്നാണ് സുനിക്ക് പരോൾ കൊടുക്കാതിരുന്നത്.
വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ സഹതടവുകാരുമായി ചേർന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതോടെയാണ് കൊടിസുനിയെ 2023 നവംബർ 9 തവനൂരിലേക്ക് മാറ്റിയത്. എന്തായാലും കൊടിസുനി പുറത്തിറങ്ങിയിരിക്കുന്ന ഈ 30 ദിവസം വെറുതെ ആവില്ല എന്നാണ് കണ്ണൂർ രാഷ്ട്രീയമറിയുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളുനോവുന്ന സത്യം. അടുത്ത ആരും കൊല എവിടെ എങ്ങനെ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ സാക്ഷികളെ സ്വാധീനിക്കുക മാത്രമല്ല, തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ വെട്ടിയൊതുക്കാനും സുനിക്ക് കഴിയുമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ജയിലിനകത്ത് നിന്നുകൊണ്ട് തന്നെ പുറത്ത് കൊട്ടേഷൻ വർക്കുകൾ ഏറ്റെടുക്കുന്ന സുനി പുറത്തിറങ്ങിയാലുള്ള കഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്തായാലും ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണ അടുത്ത ദിവസം തുടങ്ങാനിരിക്കെ കൊടിസുനിയുടെ സാന്നിധ്യം സാക്ഷികളെ ഭയപ്പെടുത്തുമെന്നതിൽ തർക്കമില്ല.